അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കഹ്ഫിൽ ദുൽഖർനൈൻ ചക്രവർത്തിയെക്കുറിച്ച് വന്ന വിവരണമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. അതോടൊപ്പം യഅ്ജൂജ് മൗജൂജിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണവും നാം പറഞ്ഞു കഴിഞ്ഞു. അതോടെ ഈ സൂറത്തിൽ വന്ന സംഭവങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും വിവരണങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. സൂറത്തിൻ്റെ തുടക്കത്തിൽ 8 ആയത്തുകളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളായ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിവ സൂചിപ്പിച്ചതിന് ശേഷമാണ് വിവിധ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടും കടന്നുപോയത്. അതൊക്കെ വിവരിച്ചു കഴിഞ്ഞ ശേഷം ഈ സൂറത്ത് സമാപിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ അടിസ്ഥാന വിശ്വാസങ്ങൾ തന്നെ ഒന്നുകൂടി ഊന്നി പറയുകയാണ് സൂറത്ത് അവസാനിക്കുന്ന ഇനിയുള്ള ആയത്തുകളിൽ. എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനം, വഅദു റബ്ബി, അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യുമെന്ന് അന്ത്യനാളിനെക്കുറിച്ച് ദുൽഖർനൈൻ പറഞ്ഞതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ഒടുവിൽ പറഞ്ഞത്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ചില ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന അവൻ്റെ പ്രത്യേക ദാസന്മാരിലൂടെയാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ദുൽഖർനൈൻ യഅ്ജൂജ് മൗജൂജുകളെ തടയാനുള്ള ഭിത്തി നിർമ്മിച്ചുകൊണ്ട് അവരുടെ വലിയ ആക്രമണം തടഞ്ഞുവെച്ചു എന്ന് പറഞ്ഞതിലൂടെ. ആ പറഞ്ഞതിൽ നിന്ന് പരലോകാവസ്ഥയെക്കുറിച്ചുള്ള ഉണർത്തലും താക്കീതുമായി കൊണ്ടുള്ള വിവരണത്തിലേക്കുള്ള മാറ്റമാണ് ഇനി പറയുന്ന 99-ാമത്തെ ആയത്തിൽ കാണുന്നത്. അതിനുശേഷമുള്ള ആയത്തുകളിൽ പരലോകാവസ്ഥ വിശദമായി വിവരിക്കുന്നുമുണ്ട്. ഈ സൂറത്തിൻ്റെ മൊത്തം പ്രതിപാദനത്തിൽ അന്ത്യനാളിൽ മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടുമെന്ന കാര്യം അത് നിഷേധിക്കുന്ന മക്കാ മുശ്രിക്കുകൾ അടക്കമുള്ളവർക്ക് ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരെ താക്കീത് ചെയ്യുകയുമാണ്. വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള 99-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. വതറക്ന ബഅലഹും യൗമഇദിൻ യമൂജു ഫീ ബഅൽ. ആ ദിവസം അവരെ നാം തിരമാലകൾ പോലെ മേൽക്കുമേൽ തള്ളിക്കയറുന്നവരാക്കി. തറക്ന എന്നാൽ നാം ഉപേക്ഷിച്ചു, നാം വിട്ടയച്ചു എന്നാണ് അർത്ഥം. ഇവിടെ നാം ആക്കി എന്നാണ്. ബഅലഹും അവരിൽ ചിലരെ, യൗമഇദിൻ അന്നേ ദിവസം, യമൂജു തിരമാല ഇരമ്പുന്ന പോലെ ഇരമ്പുന്നവരാക്കി, ഫീ ബഅലിൻ മറ്റു ചിലരിൽ. ഇതിൽ പറഞ്ഞ ബഅലുഹും അവരിൽ ചിലർ എന്ന് പറഞ്ഞതും, യൗമഇദിൻ അന്നേ ദിവസം എന്ന് പറഞ്ഞതും, യമൂജു തിരമാലകൾ പോലെ ഇരമ്പുന്നു എന്ന് പറഞ്ഞതും വിവിധ അർത്ഥങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഇവിടെ യൗമഇദിൻ എന്ന് പറയുന്നത് അന്ത്യനാളിനെക്കുറിച്ചാണ്. അന്ത്യനാളിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അന്ത്യനാൾ സമഗതമാവുമ്പോൾ, അന്ത്യനാൾ അടുത്തു വരുമ്പോൾ എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ബഅലുഹും എന്ന് പറയുന്നത് ലോകത്തുള്ള മനുഷ്യരിൽ ചിലർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലർ എന്നാൽ കുറച്ച് എന്ന അർത്ഥത്തിലല്ല, ഒരു വലിയ സമൂഹം തന്നെയാണ്. യമൂജു എന്നാൽ തിരമാല പോലെ, മൗജ് എന്നാൽ കടലിലെ തിരമാലക്കാണ് പറയുക. തിരമാല പോലെ മനുഷ്യക്കൂട്ടങ്ങൾ ഇരമ്പിക്കയറും തള്ളിക്കയറും. വലിയ തിരക്കുള്ളപ്പോൾ ജനസാഗരം തിരമാല പോലെ ഇരമ്പി എന്ന് പറയില്ലേ. ഇവിടെ യമൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ എണ്ണം ആളുകളുടെ ആധിക്യം കൊണ്ട് തിരക്കും കലഹവും കലഹാവസ്ഥയും ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ആശയം ഇങ്ങനെയാവും: ലോകാവസാനം അടുക്കുന്ന കാലത്ത് മനുഷ്യ സമൂഹം പരസ്പരം കലഹിച്ചും ആക്രമിച്ചും തിരമാലകൾ കണക്കെ മേൽക്കുമേൽ ഇരമ്പിക്കൊണ്ടിരിക്കും. ഇതിൽ പരസ്പരം പോരടിക്കുന്നവരുണ്ടാവാം, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ തിന്മയുടെ ആളുകൾ അന്യായമായി ആക്രമിക്കുന്നതുമാവാം. ഇന്നത്തെ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ. ഇനി മറ്റൊരു വ്യാഖ്യാനം, ബഅലുഹും എന്ന് പറഞ്ഞത് യഅ്ജൂജ് മൗജൂജിനെ കുറിച്ചാണ് എന്നും യൗമഇദിൻ എന്ന് പറഞ്ഞത് ദുൽഖർനൈൻ ഭിത്തി ഉണ്ടാക്കി തീർന്ന ദിവസം എന്നുമാണ്. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിത്തി പണിത് യഅ്ജൂജ് മൗജൂജിനെ അവിടെ തടവിലാക്കിയപ്പോൾ അവർ ഒന്നാകെ മേൽക്കുമേൽ തള്ളിക്കയറി തിരമാല പോലെ ഇരമ്പി എന്നോ, അല്ലെങ്കിൽ അവർ സ്ഥിരമായി ആക്രമിച്ചിരുന്ന ഇരകളെ കിട്ടാതെ വന്നപ്പോൾ അവർ പരസ്പരം തന്നെ കലഹിച്ചു. ഉദാഹരണത്തിന് അവരുടെ കൂട്ടത്തിലുള്ള ശക്തന്മാർ ദുർബലന്മാരെ ആക്രമിച്ചു എന്നുമാവാം. യഅ്ജൂജ് മൗജൂജിൻ്റെ പ്രത്യേകത അവർ അക്രമകാരികൾ ആയിരുന്നു എന്നതോടൊപ്പം എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പരലോകത്ത് ആളുകളെ നരകത്തിലേക്ക് അയക്കുമ്പോൾ 1000-ൽ ഒരാൾ മാത്രമായിരിക്കും സ്വർഗത്തിൽ പോവുക, ബാക്കിയൊക്കെ
999 നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് കേട്ട സഹാബിമാർ വലിയ ആശങ്കയും ഭയവും പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 999 അധികവും യഅ്ജൂജ് മൗജൂജുകളായിരിക്കും, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന്. അതായത് യഅ്ജൂജ് മൗജൂജിൻ്റെ എണ്ണത്തിലെ ആധിക്യത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി യൗമഇദിൻ എന്നത് ദുൽഖർനൈൻ ഉണ്ടാക്കിയ ഭിത്തി തകരുകയും യഅ്ജൂജ് മൗജൂജ് പുറത്തു വരികയും ചെയ്യുന്ന ദിവസം എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവർ കൂട്ടം കൂട്ടമായി വന്ന് നാട്ടിൽ കലഹവും കലാപവും കൊലയും നടത്തുന്നതിനെയാണ് അവർ തിരമാല പോലെ ഇരമ്പി തള്ളിക്കയറി വരും എന്ന് പറയുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. എന്നാൽ ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ് തുടർന്ന് പറയുന്നതിനോട് കൂടുതൽ ചേർന്ന് വരുന്നത്. എന്താ തുടർന്ന് പറയുന്നത്? വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്യുന്നു. അന്ത്യനാളിലെ കാഹളമൂത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫജമഅനാഹും ജംആ, അപ്പോൾ ആ കാഹളമൂതുമ്പോൾ അവരെയൊക്കെയും നാം ഒരു കൂട്ടമായി ഒരുമിച്ച് കൂട്ടുന്നു. ഇവിടെ കാഹളമൂതുന്നത് ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ മൂന്നാമത്തെ ഊത്താണോ എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. നേരത്തെ ജനം തിരമാല പോലെ ഇരമ്പി എന്ന് പറഞ്ഞതൊക്കെ കാഹളമൂത്തിനു മുമ്പ് ഖിയാമത്ത് അടുക്കുമ്പോഴുള്ള അവസ്ഥയായിട്ടാണ് ആദ്യത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇനി കാഹളമൂത്തിന് ശേഷം പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ ജനം ഇരമ്പി എന്ന് പറയുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടാനുള്ള കാഹളധ്വനി മുഴങ്ങുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഭയവിഹ്വലതയിൽ എന്തു ചെയ്യണമെന്നറിയാതെയുള്ള വെപ്രാളവും കോലാഹലവും കാണിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാവും. അല്ലാഹു ആലം. ഏതായാലും ഇതിൽ ഏത് വ്യാഖ്യാനമാണെങ്കിലും അതൊക്കെയും പരലോകാവസ്ഥയെ വിവരിക്കുന്നതിൻ്റെ ആമുഖമായിട്ടാണ് മനസ്സിലാവുക. തുടർന്ന് വിവരിക്കുന്നതും പരലോകാവസ്ഥയെക്കുറിച്ച് തന്നെയാണ്. ഖുർആൻ നന്നായി മനസ്സിലാക്കാനും അതിലൂടെ ശാന്തിയും സമാധാനവും മനോധൈര്യവും ലഭിക്കുവാനും ഈമാനുള്ളവരായി മരിച്ചു പോകുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അവൻ നമ്മെ സ്വീകരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും അള്ളാഹു നൽകട്ടെ. അള്ളാഹു അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.